അഡ്വാൻസ് കൊടുക്കുവാണ്, ഇന്നോ നാളെ കൊടുക്കും. അപ്പോൾ എല്ലാ മീഡിയക്കാരും വിളിക്കുവാണ്. അപ്പം ഗംഭീരമായിട്ട് ആഘോഷിക്കുക. ചിലപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഒരു നല്ലൊരു നടൻ അവിടെ എത്തുന്നുണ്ട്, പേര് പറയുന്നില്ല. അപ്പം പുള്ളി സമയമുണ്ടെങ്കിൽ വരാമെന്നുള്ള വേറെ പേരൊക്കെ ഉണ്ടാവും. ദിലീപേട്ടനെ ക്ഷണിക്കാണ്ട് തന്നെ ദിലീപേട്ടൻ അറിഞ്ഞു തോന്നുന്നു, അവൻ്റെ ബർത്ത്ഡേ അറിഞ്ഞു. എന്നാലും പുട്ടുകടയിൽ വെച്ച് ആഘോഷിക്കുന്നു, എല്ലാവരും വിളിക്കുന്നു. 50 പേർക്ക് 50 പേർക്കുള്ള ഒരു 10-20,000 പേര് മീഡിയക്കാരെല്ലാരും വിളിച്ചിട്ടുണ്ട്. ഉണ്ടാവണം. പൈസ നോക്കല്ല, പൊട്ടിക്കുക. അണ്ണന്റെ അല്ലേ പറഞ്ഞാള്, അണ്ണനോട് സ്പോൺസർ ചെയ്യാൻ ചോദിക്കാനോ. അത് ഗംഭീരമാവട്ടെ ബർത്ത്ഡേ. അപ്പൊ 23 വയസ്സല്ലേ ഇപ്പൊ നിങ്ങളത്? വേറൊരു സംഭവം പൊട്ടിക്കും. അപ്പൊ പെരേര മീഡിയക്കാരെ വിളിക്കുവാണ്. അപ്പൊ എല്ലാവരും വരണം. ദിലീപേണ്ട പുട്ടുകടയിൽ വെച്ചാണ്. പിന്നെ വേറെ ഡിസ്റ്റന്റ് ഇട്ടും വേണം. ഇവിടെ കല്യാണം കഴിക്കാൻ പോകണം. അപ്പൊ പെണ്ണിന്റെ ഫോട്ടോ അവിടെ കാണിക്കും. അന്ന് ദിവസം കാണിക്കുന്നല്ല, ആളെ കൊണ്ടുവരുന്നു. കാണിക്കോളൂ, ഫോട്ടോ മാത്രമേ കാണിക്കുള്ളൂ. മാറ്റണ്ട, 45 വരുന്നത് 12:30 മണിക്ക് ദേപ്പുട്ടിൽ എളുപ്പം എല്ലാവരും വരുന്നു. അത് വരാതിരുന്നാൽ നമുക്ക് സങ്കടമാവും. എങ്ങനെയാ നമുക്കത് വരാതിരുന്നാൽ സങ്കടമാവും. അതിൽ നിന്ന് ഓരോ നമ്മൾ എപ്പോഴും വളർത്തി കൊടുക്കണം. അത് പറയും എരപ്പള്ളിയിൽ 6-ാം തീയതി തെറ്റിപ്പോയി. മാർച്ച് 6 ദേവസ്വം വെച്ചാണ്. അപ്പോൾ ദിലീപേട്ടന് ഫ്രീ ആണെങ്കിൽ ദിലീപേട്ടന് വരാം. ലാലേട്ടന് മമ്മൂക്ക എല്ലാവരും ക്ഷണിക്കും. എല്ലാവരും വലിയ സക്സസ് ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവും. ഞാൻ നോമ്പല്ല എനിക്കൊക്കെ ഇറങ്ങിയതാ തമാശ പറയാൻ. കഴിഞ്ഞിട്ട് നോമ്പുണ്ട്. അപ്പൊ 6-ന് ക്ഷണിച്ചാൽ പോരെ.